ഹലോ, നമസ്കാരം. അപ്പോൾ അമ്മൂസ് ട്രാവലോഗ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കേരള പഴനി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക്. ആ വിശേഷങ്ങൾ നിങ്ങൾക്കിതിൽ കാണാം കേട്ടോ. പോയി കഴിഞ്ഞാൽ റൈറ്റിക്ക് ഒരു വഴി വേറെ, അതാണ് കണ്ടെത്തുന്നത്. വണ്ടി നിൽക്കുന്ന വഴിയാവാൻ സാധ്യത. ഇപ്പോൾ പൊന്നൂക്കര എന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് ആ വഴി അവിടെ കാണിക്കുന്നതാണ്. അവിടെ നിൽക്കണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇന്നത്തെ വഴിയാണ് റൈറ്റ്. കേരള പഴനി ഇതന്നെയാവും വഴി. പക്ഷെ കാറ് കയറും, ഇതന്നെയാണ് കാറ് കയറുന്ന വഴി. യെസ്, അതാണല്ലോ കാണിക്കും. അവൻ പറഞ്ഞ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ കറക്റ്റ് വഴി കിട്ടുമെന്ന് പറഞ്ഞു. ശരി, വേറ് മാറ്റിയിട്ടിട്ട് കയറ്റം കയറാം. ഫസ്റ്റ് അവൻ പറഞ്ഞു, രാകേഷ് പറഞ്ഞു എന്നോട്, നീ വേണ്ട, ഇത് കട്ട് ചെയ്യാം. അപ്പം അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കും. എടുക്കാന്നാലും നല്ല കയറ്റാണ് കേട്ടോ. മഴച്ചാറലുണ്ട്. എതിരെന്ന് വല്ല വണ്ടിയും വന്നാലാണ് ബുദ്ധിമുട്ട്. അത്രയ്ക്ക് വീതി കുറഞ്ഞ വഴിയാണ്. അത്ര വല്ലാതെ വീതി കുറഞ്ഞല്ല, എന്നാലും എല്ലാവരും വീഡിയോ അവസാനം വരെ സ്ഥലത്തിന്റെ ഭംഗി, അതിന്റെ വിശേഷങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുക, അഭിപ്രായം എഴുതുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ മറക്കാതെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് പോകാം, കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം. ചോച്ചേരിക്കുന്നാണ് ഇവിടെ ഔട്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ രാകേഷ് ഇവിടേക്ക് സൈക്കിൾ വെട്ടി കയറണമെന്ന് പറഞ്ഞു. നല്ല ഏരിയ കേട്ടോ, ഒക്കെ കുന്ന് തന്നെയാണേ. ചോച്ചേരിക്കുന്ന്. ആഹാ, കാർ പാർക്കിങ് ഇവിടെ. അങ്ങോട്ട് പോവാ, അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാന്നല്ലേ ഉള്ളൂ. അമ്പലം വരെ പോകുന്ന പറഞ്ഞു ഞാൻ. അല്ലെങ്കിൽ റോഡ് പണിയില്ല, ഇതാണ് അമ്പലം. ഇവിടെയാണ്, അവിടെ നമുക്ക് വണ്ടി ഓടിയിട്ടുണ്ട് വരും. ഇനി ലെഫ്റ്റ് കയറുന്നത്, ഇതാണ് അമ്പലം. കണ്ടില്ലേ, അങ്ങോട്ടും കയറും, ലെഫ്റ്റിലേക്ക് പോകും, വണ്ടി പോകും. അമ്പലം വരെ പോകുന്നുണ്ട് വണ്ടി. ഇവിടെ ഇട്ടിട്ട് വേണ്ടി നടക്കേണ്ടി വരും. അതാണ് അമ്പലമാണ്. ഇവിടെ ഇടാന്ന് അങ്ങോട്ട് വണ്ടി റോഡുണ്ട്. അങ്ങോട്ട് ഇനി വണ്ടി എടുക്കാൻ പാടില്ല. ഇവിടെയാണ് പാർക്കിംഗ്. പാർക്കിംഗ് ലെഫ്റ്റ്, അങ്ങോട്ട് പാടില്ല. ഇവിടെ ഇട്ടാൽ മതി. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്തെ ചോച്ചേരിക്കുന്ന് ലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് കേരള പളനി എന്നും പറയുന്നുണ്ട്. കേരളത്തിൽ തലമുണ്ടനം ചെയ്യുന്ന ഏക ക്ഷേത്രം ഇതാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ശ്രീ ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, കാണാൻ വളരെ മനോഹരമായൊരു സ്ഥലം. പ്രകൃതി ഭംഗി എന്താ പറയണ്ടേ. ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടല്ല വന്നേട്ടോ. 240 സ്റ്റെപ്പ് കയറി ഇതിലേ വരാം. ഞങ്ങൾ പക്ഷേ കാറിനൂടെ വരിക ചെയ്തേ. അപ്പോൾ ചെറുപ്പക്കാരും ആരോഗ്യമൊക്കെ ഉള്ളൊരു സ്റ്റെപ്പ് കയറി വരിക, അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 239 സ്റ്റെപ്പ് ഉണ്ട്. 239. അപ്പോൾ എനിക്കെന്തായാലും സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ, അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല. ആരായാലും ഇവിടെ വന്ന് മനസ്സിന് നല്ല സന്തോഷം കിട്ടും. അത്രയും ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോരുത്തർ സ്റ്റെപ്പ് ഇറങ്ങണതും ഒക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടമായിട്ട് വയ്യ. അപ്പം ഞാൻ കുറച്ച് ഇറങ്ങി നോക്കട്ടെ എന്ന് കരുതി ഇറങ്ങിയാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി, അത് കഴിഞ്ഞ് മുകളിലേക്ക് ഞാൻ കയറി. അപ്പോഴാണ് മനസ്സിലായത് ഓരോ സ്റ്റെപ്പും ഓരോരുത്തരും വഴിപാടായിട്ട് ചെയ്തേക്കുന്നതാണ്. അവരുടെ പേരൊക്കെ നമ്മൾ എഴുതിയിട്ട് കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലം.
വളരെ ഭംഗിയുള്ള മനോഹരമായ നിങ്ങളുടെ മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ അവിടെ നിൽക്കാം. ആരായാലും ഒരു പ്രാവശ്യം വന്ന് കാണണം എന്നാണ് ഞാൻ പറയുക. കൈക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടോ. ഞാൻ അടുത്തുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഫോട്ടോ എടുക്കുമ്പോഴേ മഴ ചാറുണ്ട്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ കയറി മഴ ചാറണം. അങ്ങോട്ട് ഇറങ്ങല്ലേ. തൃശ്ശൂർ നഗരം മുഴുവൻ കാണാം. അതെ, ഒന്നും ശ്രദ്ധിക്കട്ടോ. എന്തായാലും വേണ്ട, ഇവിടുന്ന് കയറാതെ ഇവിടുന്ന് പിടിച്ചാ പോരെ. ആരായാലും വന്ന് കാണണം. ഇനി ശ്രദ്ധിച്ചിട്ടാ. മനോഹരമായ കാഴ്ച. പ്രത്യേകിച്ച് കാർമേഘക്കൂട്ടങ്ങളും ഒക്കെ കൂടിയിട്ട് കാർമേഘം ആകെ ഇപ്പൊ പെയ്യുന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. മഴയുണ്ട്, പോരുവോ? ഇടയ്ക്ക് ഇങ്ങനെ തുള്ളി വീഴുണ്ട്. ശ്രദ്ധിച്ച് കയറ്. വേഗം കയറി വരാൻ പറഞ്ഞ ശശിയേട്ടൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ വരുന്നത് കണ്ടു. അവരുടെ അമ്മയോ ചേച്ചിയോ അവരുടെ കൂടെ കൈ പിടിച്ച് വരുന്നത് കണ്ടു. ദൂരെ നിന്ന് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് അവർ. എന്തായാലും വളരെ മനോഹരമായ സ്ഥലമല്ലേ. സ്റ്റെപ്പ് കയറിയതല്ലോ. അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് അതിനുശേഷം വലം വെച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കയറാൻ നിന്നത്. കൂടി ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. എന്താ വെച്ചാൽ അവിടെ കാരണം പുറത്ത് കിടന്നിരിക്കുകയായിരുന്നല്ലോ. രചന വിഷമിക്കണ്ട, നമ്മളെ കൂടെ ഇല്ലേ. രചനയ്ക്ക് ഇവിടെ വീണ്ടും വരണമെന്നാണ് പറയുന്നത്. ആരായാലും വീണ്ടും വരാൻ തോന്നും. അമ്പലത്തിൽ കയറി ഒരു സ്ഥലമാണ്. അത്രയും നല്ല പോസിറ്റീവ് വൈബ്സ് ഉള്ള ഒരു സ്ഥലമാണ്. വേറെ ഒന്നുമില്ലല്ലോ പറയാൻ. എന്തെല്ലാമോ പേരറിയാത്ത മരങ്ങളുണ്ട് ചുറ്റും. അതെന്ത് മരം? ഇതല്ലേ കൂവളാണോ? അല്ലല്ലോ. ഇതെന്ത് മരം ചേട്ടാ? കായുണ്ട്. കേട്ടോ, ഞങ്ങളുടെ കൂട്ടുകാരി രചനയും ഹസ്ബൻഡ് പ്രശാന്തും രചനയുടെ അമ്മയും ഇവരുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ ഈ അമ്പല ദർശനമൊക്കെ നടത്തിയത്. അവർക്ക് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരെ ഈ അടുത്ത അവസരത്തിൽ ലഭിച്ചൊരു ഫ്രണ്ട്ഷിപ്പാണത്. ആദ്യം ശശിയേട്ടൻ്റെ ഒരു പാട്ട് ഗ്രൂപ്പുണ്ട് ദുബായിത്തെ, അതിലെ ഒരു മെമ്പേഴ്സാണ്. അങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടുപരിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് വളരെ ക്ലോസായി. അതായത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വളരെ ക്ലോസ് ആയത്. രചനയ്ക്ക് കുറേ അമ്പലങ്ങളൊക്കെ പോകാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോകുന്നതാണ്. ഇതാണ് വഴിപാട് കൗണ്ടർ. അവിടെ ടേബിളൊക്കെ കണ്ട് അവിടെ കുറേ സ്ഥലം കാണാം. എടുക്കുമ്പോഴേ ഇവിടുന്ന് കിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് താഴെ ഒരു ഊട്ടുതരിയാന്ന് തോന്നുന്നു. അല്ലേ, മാനവും ഭൂമിയും കൂടി ഒരുമിച്ചിങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെയുള്ള ഭംഗി തൃശ്ശൂർ നഗരത്തിൻ്റെ പച്ചപ്പ് മുഴുവൻ കാണാം. ആഹാ, എന്താ കാഴ്ച! പ്രത്യേകിച്ച് മഴക്കാലം കൂടിയായപ്പോഴേ വളരെ അനുവചനീയമായൊരു കാഴ്ച. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. ഇതോ പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. അകത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതി, ഗണപതി ഇവർക്കൊക്കെയുള്ള പ്രതിഷ്ഠയുണ്ട്. പുറത്ത് പിന്നെ നാഗരാജാവ്, നാഗങ്ങളുടെ പ്രതിഷ്ഠകളും പിന്നെ അയ്യപ്പസ്വാമിക്കുള്ള പ്രതിഷ്ഠയും
അയ്യപ്പൻ്റെ നടയാണത്. ഇവിടെ നീരാജനം ചെയ്യാനുള്ള തിരക്കിലാണ് രജനയും അമ്മയും. നീരാജനം എന്നാൽ ഒഴിയുക എന്നാണ് അർത്ഥം. ഒരു തേങ്ങയുടെ 2 മുറികളിൽ എള്ളെണ്ണ ഒഴിച്ച് ഇരിക്ക് പകരം എള്ളിൻ്റെ കിഴി ഉപയോഗിച്ച് ശാസ്താവിഗ്രഹത്തിൽ ഒഴിയുന്നതിനെയാണ് നീരാജനം വഴിപാട് എന്ന് പറയുന്നത്. ശനിദോഷങ്ങൾക്ക് ഉത്തമ പരിഹാരമായിട്ടാണ് വിശ്വസിച്ചു വരുന്നത്. ഈ വഴിപാടിൻ്റെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി 2 സ്ത്രീകൾ അവിടെ ഇരുന്നിരുന്നു. നീരാജനം കേൾക്കുന്നത്. അമ്പലത്തെക്കുറിച്ചുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയപ്പോൾ നിങ്ങൾ അമ്പലത്തിന് ചുറ്റുമുള്ള ഭംഗി ആസ്വദിച്ചോളൂ കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരം പോണതും അറിയില്ല. മനസ്സിൽ ഒരു വളരെ സന്തോഷം വരും. അതുപോലെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. എന്താ വെച്ചാൽ അത്രയും ഭംഗിയുള്ള സ്ഥലം. എന്നുവെച്ചാൽ മഴ പെയ്യണ കാരണം നല്ല രസം. പഴനി ക്ഷേത്രത്തിലെ പോലെ മിക്ക വഴിപാടുകളും ഇവിടെ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് തലമുണ്ടനം ചെയ്യൽ. കേരളത്തിൽ തലമുണ്ടനം നടത്തുന്ന ഏക ക്ഷേത്രം ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ കുംഭമാസത്തിലെ പൂയനാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം, പിന്നെ അതാണ് പ്രധാന ആണ്ടുവിശേഷം. പിന്നെ വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി, കുംഭമാസത്തിൽ തന്നെ ശിവരാത്രി, കന്നിമാസത്തിൽ ആയില്യപൂജ തുടങ്ങിയൊക്കെ പ്രധാനമാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ ക്ഷേത്രഭരണം നടത്തുന്നത്. പിന്നെ അവിടെ ആരായിരിക്കുന്നത്? നാഗേക്ഷിയാണ്. നാഗേക്ഷി അത് ഇവിടെ വന്നില്ലേ? നാഗേക്ഷി അവിടെ സാധനമില്ല. അത് ശരി. അല്ല, ഒരു രക്ഷയില്ലായിരുന്നു ഇത് വന്ന്. അതെ, അങ്ങനെയാണ്. അവിടെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അവിടെ നിർത്താച്ചു. നാഗരാജാവ് നടന്നോളൂ. മഴക്കോട് വരുന്നുണ്ട് കേട്ടോ. കുടയൊക്കെ അകത്തിട്ടുള്ളതുകൊണ്ടേ ശ്രദ്ധിച്ചാണ് കാല് അടപ്പുള്ളത്. പക്ഷേ ഒരു ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്തോളൂ. ഞാനേ വീഡിയോ എടുക്കണമായിരുന്നു. എനിക്കത് അത് കട്ട് ചെയ്യാൻ വയ്യ. എവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോളൂ. ചെല്ലുന്നാണ് പലകടു. അങ്ങനെ അമ്പലത്തിലും കുറേ നേരം നിന്നു. മഴ പെയ്തപ്പോൾ പിന്നെ അമ്പലത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും മഴ ഉണ്ടായിരുന്നു. വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ലൊരു രസമുള്ള സ്ഥലത്തേക്ക്, നല്ല പോസിറ്റീവ് വൈബ് നൽകുന്ന, മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്തെത്തിയ സന്തോഷത്തോടുകൂടി ഞങ്ങൾ യാത്ര തുടരുകയാണ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. എല്ലാവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടി.